നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗീതാഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുരാർദിന അനാദിശ്ച ഗുരു പരമദൈവതം ഗുരു പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമ. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത് അർജുനൻ ഭഗവാനോട് ഗുരുജനങ്ങളെയും എല്ലാം വധിക്കുന്നതിനെ പറ്റി അതിൻ്റെ പോരായ്മകളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു, ആശങ്കകളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. വീണ്ടും അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത് ശ്ലോകം 6, സാഖ്യയോഗം അധ്യായം 2 ശ്ലോകം 6. ന ചേതദ്വിദം കതറന്നോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയുഹ യാനേവ ഹത്വാ ന ജീവീഷാമസ്തേ അവസ്ഥിതാഃ പ്രമുഖേ ധാർതരാഷ്ട്രാഃ. ശ്ലോകം 7. കാപർണ്യദോഷാപഹതഃ സ്വഭാവ പൃച്ഛയാമി താം ധർമ്മസമൂഢചേതാഃ യശ്രേയഃ സ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാദി മാം ത്വാം പ്രപന്നം. ഈ 2 ശ്ലോകങ്ങളുടെ അർത്ഥം നോക്കുമ്പോൾ അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ആരെ വധിച്ചിട്ട് ജീവിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ലയോ? ആ ധൃതരാഷ്ട്രപുത്രന്മാരിതാ മുന്നിൽ നിൽക്കുന്നു. അവരെ നാം ജയിക്കണോ അതോ അവർ നമ്മെ ജയിക്കണോ? ഏതാണ് ശ്രേഷ്ഠം? നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ധൃതരാഷ്ട്രപുത്രന്മാരെ നാം ജയിക്കണമോ അതോ അവർ നമ്മെ ജയിക്കണമോ? ശ്ലോകം 6-ൻ്റെ അർത്ഥമാണ്. ഇനി ശ്ലോകം 7-ൻ്റെ അർത്ഥം നോക്കാം. ദീനത എന്ന ദോഷത്താൽ എൻ്റെ സ്വാഭാവിക വീര്യവൃത്തി കുറഞ്ഞിരിക്കുന്നു. കർത്തവ്യാനുഷ്ഠാനത്തിൽ ഞാൻ ഭ്രമചിത്തനാണ്. അതിനാൽ ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, ഏതാണോ ശ്രേയസ്കരമായത് അത് തീർച്ചയായും എനിക്ക് പറഞ്ഞു തന്നാലും. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. ശരണാഗതനായി വന്നിട്ടുള്ള എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നാലും. അർജുനൻ കൃഷ്ണനോട് യാചിക്കുകയാണ്. അടുത്ത ഒരു ശ്ലോകം കൂടി നമുക്ക് നോക്കാം. അത് അർജുനൻ്റെ ചോദ്യം തന്നെയാണ്. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛാഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസ്പത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. ആ ചോദിച്ചതിൻ്റെ കാരണം കൂടി പറഞ്ഞുകൊണ്ടാണ് അടുത്ത അർജുനൻ ചോദിക്കുന്നത്. കാരണം ഈ ഭൂമുഖത്ത് എതിരാളികളായി ഇല്ലാതായി തീർന്നാലോ, സമ്പദ് സമൃദ്ധമായ രാഷ്ട്രം ലഭിച്ചാലോ, ഇനി ദേവന്മാരുടെ മേൽ ആധിപത്യം തന്നെ കിട്ടിയാൽ പോലും എൻ്റെ ഇന്ദ്രിയങ്ങളെ ശോഷിപ്പിക്കുന്ന ദുഃഖത്തെ ഇല്ലാതാക്കാൻ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. അങ്ങനെ അർജുനൻ വളരെ നിസ്സഹായമായ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ശത്രുക്കൾ ഇല്ലാതായി തീർന്നാലോ ദേവന്മാരുടെ പദം തന്നെ കിട്ടിയാലോ പോലും എനിക്ക് എൻ്റെ ഈ മനസ്സിൻ്റെ വിഷമം മാറ്റാൻ കഴിയുന്നില്ല. എൻ്റെ ഇന്ദ്രിയങ്ങളെ ആകെ ശോഷിപ്പിക്കുന്ന ഈ ദുഃഖത്തെ എനിക്ക് അടക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒരു വഴി പറഞ്ഞു തന്നാലും എന്നാണ് ഭഗവാനോട് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. അർജുനൻ്റെ ആകുലതകളും വിഷമങ്ങളുമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്.
മനസ്സിലേക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭസുദിനം സർവേശ്വരൻ നൽകുമാറാകട്ടെ. ശാന്തി സമാധാനവും നിറഞ്ഞ സന്തോഷപൂർണ്ണ ഒരു ദിവസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭസുദിനം.